ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ വയറിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബോക്സുകളിലേക്കും ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് സർക്യൂട്ടുകൾ വരണോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുക, വലിയൊരു ഹാളാണ് വന്നിരിക്കുന്നത്. അതായത് ലിവിങ് ഏരിയ ആണ് വന്നത്. ഈ ലിവിങ് ഏരിയയിൽ 12ൻ്റെ ബോക്സ് ഉണ്ട്, 12ൻ്റെ ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ടി വിയുടെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ പല സെക്ഷനുകളുണ്ട്. ഇതിനെല്ലാം തന്നെ സെപ്പറേറ്റ് വയറുകൾ നമ്മൾ ഡി ബിയിൽ നിന്ന് വലിക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല. ശരിക്കും ഓൾറെഡി നമുക്ക് ഡി ബിയിൽ നിന്നും ഒരു മെയിൻ സർക്യൂട്ട്, ഒരു 2.5ൻ്റെ മെയിൻ സർക്യൂട്ട്, ഒരു 2.5ൻ്റെ വയർ വരുന്ന മെയിൻ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇതാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. അതായത് മാസ്റ്റർ വയർ എന്ന് പറഞ്ഞാൽ നീല, യെല്ലോ വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ, റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ന്യൂട്രൽ എന്ന് പറയുന്നത് ബ്ലാക്ക്, ഗ്രീൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് വയർ. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഒരു സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഡി ബിയിൽ നിന്ന് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മെയിൻ ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം ഒരു ബോക്സിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 18ൻ്റെ ബോക്സിലേക്കാണ് നമ്മൾ മെയിൻ സർക്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഡി ബിയിൽ നിന്നും കൊണ്ടുവരിക്കുന്നത് 3 ഫേസ് ഡി ബിയോ സിംഗിൾ ഫേസ് ഡി ബിയോ ഏതായാലും പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ പല ടൈപ്പ് സർക്യൂട്ടുകൾ ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. കേട്ടോ, ഇതിപ്പോൾ ഡി പി സ്വിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടി വിയുടെ സെക്ഷൻ ഈ ഏരിയയിൽ വരുന്നുണ്ട്. ഡി പി സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ന്യൂട്രലും ഫേസും കട്ടാവുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത സർക്യൂട്ട്, ഈ അടുത്ത സർക്യൂട്ടുകൾ, എല്ലാ സർക്യൂട്ടുകളും തന്നെ പല സെക്ഷനുകളിൽ നിന്നും ഇവിടെ ഈ കാണുന്ന 12ൻ്റെ ബോക്സ് ഉണ്ടോ, ഈ 12ൻ്റെ ബോക്സിലേക്കുള്ള സർക്യൂട്ട് നമ്മൾ 18ലേക്കാണ് കൊണ്ടുവന്നിടുന്നത്. അതായത് ഇതിൽ നിന്നും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമാണെങ്കിൽ ഇവിടെ നിന്നും ഈ 12ൽ നിന്ന് തൊട്ടടുത്ത ബോക്സിലേക്കുള്ള ഒരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് നമ്മളിവിടെയാണ് കൊണ്ടുവരുന്നത്. ആ സർക്യൂട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സർക്യൂട്ട് ഡി ബിയിൽ വലിച്ച അതേ സർക്യൂട്ട് തന്നെ ഡി ബിയിൽ നിന്ന് 18 മുകളിലേക്ക് വന്ന അതേ സർക്യൂട്ട് തന്നെ നമ്മൾ ഈ 12ലേക്കും കൊടുക്കുക. അതായത് ഒറ്റ സർക്യൂട്ട് ഹാളിലേക്ക് വന്നതിന് ശേഷം ആ റൂമിൽ ആ ബോക്സിൽ നിന്നും കംപ്ലീറ്റ് ലൂപ്പ് ചെയ്ത് അടുത്ത ബോക്സുകളിലേക്ക് കൊടുക്കുക. ഒറ്റ സർക്യൂട്ട് മതിയാവും. അത് കൊടുക്കേണ്ട MCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഹൈ MCB കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 16 ആംപിയറിൻ്റെ MCB കൊടുത്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രിപ്പിങ് കാര്യങ്ങളൊന്നുമില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. 10ന് താഴേക്ക് കൊടുക്കാതിരിക്കുക, MCB 10ന് താഴേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ഇതിവിടെ കണ്ടോ, ഒരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. ഈ എക്സ്ട്രാ പ്ലഗിന് സെപ്പറേറ്റ് അല്ല നമ്മൾ വലിച്ചിരിക്കുന്നത്, നേരെ ഈ 12ൻ്റെ ബോക്സിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഡി ബിയിൽ നിന്ന് ഒരു സർക്യൂട്ട് വന്നു, ആ സർക്യൂട്ടിൽ നിന്നാണ് കംപ്ലീറ്റ് ആ ഏരിയ മൊത്തം ലൂപ്പ് ചെയ്യുന്നത്. അത് ഹാളാണെങ്കിൽ ആ ഹാള് മൊത്തം ഏരിയ ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാളിൻ്റെ MCB കംപ്ലീറ്റ് ഒറ്റ MCB ആയിരിക്കും. അപ്പോൾ ട്രിപ്പിങ് സംഭവിക്കുന്ന സമയത്ത് ആ ഒരൊറ്റ MCB മാത്രം, ഇപ്പോൾ ഹാളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ MCB മാത്രം നോക്കിയാൽ മതിയാവും. കാരണം അതിൽ വരുന്ന മെയിൻ MCBയും ഒരു ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ടാവും. ഇൻവെർട്ടർ സെക്ഷൻ കോമൺ ആണ്, അത് പ്രശ്നമില്ലാത്ത കേസാണ്. പക്ഷേ എന്നാലും ആ ഒരു MCB ആണ് നമ്മൾ ഒരൊറ്റ ഹാളിലേക്കായിട്ട് ഒരു MCBയിൽ തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സെക്ഷനിലും, ഇപ്പോൾ 3 ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു റൂമിന് ഒരു MCB, ഹാളിന് ഒരു MCB, അങ്ങനെ സെപ്പറേറ്റ് ഒരു MCB എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് MCBയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏതെങ്കിലും ഒരു MCB ആണോ ട്രിപ്പ് ആവുന്നത് ആ സെക്ഷനിൽ മാത്രമേ കറണ്ട് പോകുന്നുള്ളൂ. നമുക്ക് കംപ്ലയിൻറ്റ് നോക്കാൻ എളുപ്പമായിരിക്കും. ബാക്കി സെക്ഷനൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വർക്ക് ചെയ്യുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാളിലെ MCB ഒരെണ്ണം തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.